ബ്രില്യൻറ്റിലേക്ക് എത്തുന്ന ഓരോ വ്യക്തികളെയും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു അധ്യാപകൻ. സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായ നമ്മളെല്ലാവരും RRZ എന്ന് വിളിക്കുന്ന രജീഷ് ബാബു ആർ സർ. ദ ബാക്ക് ബോൺ ഓഫ് ബ്രില്യൻറ്റ് എന്ന പുതിയ സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് നമ്മുടെ രജീഷ് സാറിനെ സ്വാഗതം ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു മൊമെൻ്റ് ആണ്. കാരണം ഞാനിവിടെ ബ്രില്യൻറ്റിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയ ഈ ഒരു അവസരം ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം സാറേ, എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട് സാറിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ. അത് മാത്രമല്ല, ഞാൻ സാറിൻ്റെ കീഴിൽ തന്നെയാണ്, ഞാനും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അതും വളരെയധികം സന്തോഷം തരുന്ന ഒരു മൊമെൻറ്റും കൂടെയാണ്. അപ്പം സാറിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ കുട്ടികളെല്ലാവരും നമ്മൾ ക്ലാസ്സിൽ കൂടെ നമ്മുടെ ടീച്ചേഴ്സിനെ എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും. അപ്പം അത് അല്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ കാണുന്നതിനപ്പുറം ഇവരെല്ലാവരും ആരൊക്കെയാണ് എന്നുള്ള ആ ഒരു വിവരങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് പങ്കുവെക്കാനായിട്ടാണ്. അപ്പം സാറിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതിനുമുമ്പ് ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികൾക്കും ഞാൻ ആദ്യമായി ഹൃദയത്തിൽ നിന്നും ഒരു നമസ്കാരം നേരുകയാണ്. ഞാനിപ്പോൾ ബ്രില്യൻറ്റിൽ വന്നിട്ട് ഏകദേശം 15ാമത്തെ വർഷമാണ്. 15 വർഷങ്ങളായിട്ട് ബ്രില്യൻറ്റിൽ തന്നെ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പകരം എന്നെ പരിചയമുള്ള ഒട്ടേറെ സ്റ്റുഡൻസും പേരൻസും എല്ലാം നമ്മുടെ കേരളത്തിന് വെളിയിലും എല്ലാമായിട്ട് കാണുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള അമല ടീച്ചർ, നേരത്തെ അമലയെന്ന് വിളിക്കായിരുന്നു, അമല ടീച്ചർ എന്ന് വിളിക്കായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പ്രോപ്പർലി കൊല്ലമാണ്. കൊല്ലത്ത് നീണ്ടകര എന്ന് പറയുന്ന ഒരു തീരപ്രദേശം, അതാണ് ശരിക്കും എൻ്റെ പ്രോപ്പർ പ്ലേസ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ അതും വളരെ രസകരമായ ഒരു കാര്യം. പടിഞ്ഞാറ് അറേബ്യൻ സീ, അതിനോട് ചേർന്ന്, എന്നാൽ തൊട്ട് കിഴക്കോട്ട് മാറുമ്പോൾ അഷ്ടമുടിക്കായൽ. ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മൊത്തം അവിടെയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ഒരു 2010 മുതൽ ഇങ്ങോട്ടേക്ക് കോട്ടയത്തേക്ക് പൂർണ്ണമായിട്ടും പറിച്ച് നടപ്പെട്ടു എന്ന് പറയാം. അപ്പം അവിടെയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെയാണ്. പിന്നെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയൻ ആർമിയിലാണ്. ആർമിയിൽ ഇപ്പോൾ കമാൻഡിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ജമ്മു കാശ്മീരാണ്. അനിയത്തിയുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ കല്യാണം കഴിച്ചത് ട്രിവാൻഡ്രം സൈഡിൽ നിന്നാണ്. അതും ഒരു കോസ്റ്റൽ ഏരിയ തന്നെയാണ്, പൂവാർ എന്ന് പറയും. അപ്പം എൻ്റെ വൈഫിൻ്റെ പേര് ബിന്ദു. പുള്ളിക്കാരി ഇപ്പം ഇവിടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നീട് പബ്ലിക് ഹെൽത്ത് ലാബ് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറായിട്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ സീനിയർ സയൻറ്റിഫിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് 2 മക്കളാണുള്ളത് കേട്ടോ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മകൻ നന്ദകിഷോർ ഇനിയിപ്പോൾ 8th സ്റ്റാൻഡേർഡിലേക്കായി. അതുപോലെ മോളുണ്ട് അന്നപൂർണ, മോള് ഇപ്പോൾ 6th രണ്ടുപേരും പാങ്ങോട് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ഓക്കെ സാറേ, ഇത്രയും വർഷം ഇപ്പം നമ്മൾ ബ്രില്യൻറ്റിലേക്ക് സാർ വന്നിട്ട് ഓൾമോസ്റ്റ് 15 വർഷമായി എന്ന് പറയുന്നത്. കാരണം 15ാമത്തെ വർഷത്തിലേക്ക് കയറി. ഞങ്ങളായിരുന്നു സാറിൻ്റെ ഫസ്റ്റ് ബാച്ച്. അപ്പം സാറിന് എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലേക്കുള്ള ജേർണി? സാർ അധ്യാപനം എന്നുള്ള ഒരു പാഷനോടുകൂടി ബ്രില്യൻറ്റിലേക്ക് എത്തിയ ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അധ്യാപനം എന്ന ആ ഒരു മേഖലയിലേക്ക് എത്തപ്പെടാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പാരമ്പര്യം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം അവിടെ നിന്ന് തുടങ്ങാം, എന്നിട്ട് ബ്രില്യൻറ്റിലേക്ക് വന്ന കാര്യങ്ങൾ പറയാം. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, പുള്ളിക്കാരൻ ഒരു പഴയ സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് നമ്മുടെ മഹാകവിയായിട്ടുള്ള ONV സാർ. അപ്പം ONV സാറിൻ്റെ വീട് ചവറയാണ്, കൊല്ലത്ത്. അതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെയും വീട് ഉണ്ടായിരുന്നത്. അപ്പം അച്ഛൻ്റെ അച്ഛനും ONV സാറും ഏറ്റവും മികച്ച നല്ല കൂട്ടുകാരന്മാരായിരുന്നു. രണ്ടുപേരും സാഹിത്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതാണ് നമുക്കറിയാം. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ പുള്ളിക്കാരനും എന്നെ നല്ലോണം പഠിപ്പിക്കുമായിരുന്നു. എല്ലാവർക്കും ആ ഒരു പ്രദേശത്ത് ചവറ
വില്ലേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറിനെ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ചാച്ചന അറിയാത്തവരായിട്ട് ചുരുക്കുക, എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു പാരമ്പര്യം എന്നിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അച്ഛൻ പഠിച്ചു, അച്ഛൻ അസിസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ട് റിട്ടയർഡായി. പിന്നീട് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടീച്ചിങ് എന്നുള്ളത് എൻ്റെ ഒരു കരിയറായിട്ട് ഞാൻ ആദ്യം കണ്ടിട്ടില്ലായിരുന്നു. ശരിക്കും കുട്ടിക്കാലം മുതലേ ഞാൻ ശരിക്കും ഈ അഡ്വക്കേറ്റ് അങ്ങനെയുള്ള ലെവലിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അത് കാരണമല്ല, വേറൊന്നുമല്ല. കുട്ടിക്കാലം വരുമ്പോൾ സിനിമകളെ കാണുമ്പോൾ ഈ നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയുടെ സിനിമകൾ ഒത്തിരി കാണുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് കഥാപാത്രങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അതിലേക്ക് പോകണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി പിന്നീട് പിന്നെ പ്രീ ഡിഗ്രി അതുപോലെ തന്നെ MSc ഒക്കെ ആയ സമയത്ത് MSc കഴിയുന്നു. അന്നേരം ഒന്നും എനിക്ക് ടീച്ചിങ്ങിനോട് അത്ര ഒരു പാഷൻ ഇല്ലായിരുന്നു. പക്ഷേ MScയിലേക്ക് എന്നപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ ട്യൂഷനൊക്കെ എടുത്തു തുടങ്ങി. ഹോം ട്യൂഷനും അതുപോലെ തന്നെ വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എനിക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് ഒരു തോന്നൽ വന്നു. കാരണം കുട്ടികൾ എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല അതുപോലെ. അപ്പം അങ്ങനെ എനിക്ക് അന്നേരം തോന്നി അത് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പതുക്കെ അതിലേക്ക് അട്രാക്റ്റീവായി. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. ക്ലാസ് ലീഡറും മറ്റുമൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളിലും സ്പോർട്സിലും അതുപോലെ ആർട്സിലും എല്ലാം ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ. സ്പോർട്സിലൊക്കെ സ്കൂളിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യനായിരുന്നു. അതിനൊക്കെ 100 മീറ്റർ 200 മീറ്റർ 100x4 100 റിലേ അതുപോലെ ലോങ് ജമ്പ് ഇതിലൊക്കെ നമ്മൾ ഫുൾ ഫസ്റ്റ് പ്ലേസ് ഞാൻ വേറെ ആർക്കും അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. അത് ഞാൻ തന്നെ കൊണ്ടുപോകും. അത് മിക്കവാറും ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമായിരിക്കും. ഇപ്പൊ എല്ലാരും നോക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇത് മാത്രമല്ല കാണുന്നത്. പക്ഷെ ഇങ്ങനെ കുറെ അധികം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ അധ്യാപകർ. അധ്യാപനം മാത്രമല്ല അത് ഞാൻ എല്ലാ കാര്യങ്ങളിലും പോയായിരുന്നു. ഇപ്പൊ സ്പോർട്സിലുണ്ട്, അതുപോലെ സ്കൂൾ ടീമിൽ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി മുതൽ MSc വരെ പഠിച്ചത് ഒറ്റ കോളേജിലാണ്, കൊല്ലം SN കോളേജിലാണ്. അപ്പോൾ SN കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയ കോളേജാണ്. ആ കോളേജ് ഒന്ന് കാണുന്നവർക്കറിയാം. അപ്പം ആ കോളേജിൽ പഠിക്കാൻ പറ്റിയത് തന്നെ ഞാൻ എന്ന വ്യക്തിയെ ശരിക്കും ക്രിയേറ്റ് ചെയ്തത് ആ ഒരു കോളേജാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രില്യനിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പഠിത്തത്തിലേക്കാൾ ഉപരി ഈ സ്പോർട്സും അതുപോലെ ആർട്സും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് അവിടെ ധാരാളം പണ്ട് കാലത്ത് നമ്മൾ ഞങ്ങളൊക്കെ 90s കിഡ്സ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് 90s കിഡ്സ്. കാരണം നമ്മുടെ ജീവിതത്തിൽ മലയാളികളെ സംബന്ധിച്ച് 90 കാലഘട്ടങ്ങൾ അത് ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം. ഇതിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ധാരാളം ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വളർന്നു വന്നത് ആ ക്ലബ്ബുകളുടെ പല കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ ആ ക്ലബ്ബിൽ അംഗമാണ്. ഏതാണ്ട് നമ്മുടെ ബ്രില്യൻറ്റിനോളം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ്, 40 വർഷത്തോളം പഴക്കമുള്ളത്. നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയും. ആ ക്ലബ്ബിൽ അപ്പോൾ പണ്ട് കാലത്തായിട്ട് നമ്മൾ എല്ലാവരും ഒന്നും പഠിക്കുന്നൊരു കുറവായിരുന്നല്ലോ. അപ്പം ആ ക്ലബ്ബിലുണ്ടായിരുന്നു കൂടുതലും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് പേര് പറയാൻ തന്നെ ഇത്തിരി പേരുണ്ട്. ലതീശൻ പിള്ള, അതുപോലെ തന്നെ സന്തോഷ് കുമാർ, അജികുമാർ, സുഭകൻ, ഇങ്ങനെ കുറേ പേര് നമുക്ക്, അതുപോലെ ജയകുമാർ, ജയപ്രകാശ്, ഇങ്ങനെ കുറേ പേരുണ്ട്. ശരിക്കും അത് നമ്മുടെ ചേട്ടന്മാരാണ്. ഇവരാണ് എന്നെ മോൾഡ് ചെയ്തെടുക്കുന്നതിനകത്ത് നല്ലൊരു എന്താണ് മുൻപന്തിയിൽ വന്നത്. കാരണം അവരെയൊക്കെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ സ്പോർട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ജയകൃഷ്ണൻ, അവിടെ ഹരികൃഷ്ണൻ, ഇതൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത ചേട്ടന്മാരാണ്. ഇപ്പോഴും മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കാണുന്നത്. ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ക്യാരംസ് എന്നുണ്ട് എല്ലാ സ്പോർട്സ് ഐറ്റംസും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. യൂണിവേഴ്സിറ്റി പ്ലെയറൊക്കെ ആയിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ടും ആ ഒരു മേഖലയിലാണ്. പക്ഷെ എനിക്ക് ഡിഗ്രിക്ക് വന്നപ്പോഴേക്കും സ്പോർട്സ് കൊണ്ട് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് പിന്നീട് ഞാൻ തിരിച്ച് പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ടീച്ചിങ് കരിയറിലേക്ക് വന്നു. ഞാൻ ബ്രില്യനിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ടീച്ചിങ് കരിയർ ആരംഭിച്ചിട്ട് ഇപ്പോൾ 21 വർഷമായി ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും. കാരണം 2003 മുതലാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്കൂളുകളിലൊക്കെ ആയിരുന്നു. പിന്നീട് 2003 ഞാൻ വീടിനടുത്ത് തന്നെയുള്ളൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു, വിദ്യാപ്രകാശ് എന്ന് പറയും. അവിടെ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് എൻ്റെ ഒരു ചേട്ടനായിട്ടുള്ള വരദരാജൻ സാർ തിരുവനന്തപുരത്ത് എജീസ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു. ചേട്ടനാണ്, പുള്ളിക്കാരനാണ് എന്നെ ശരിക്കും ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്.
അപ്പോൾ അന്നേരം ഞാനന്നേരം ഈ 2003 വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഒരു 3 വർഷം പഠിപ്പിച്ചു. 3 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ട്യൂട്ടോറിയലാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത തീരപ്രദേശത്തുള്ള കുട്ടികളൊക്കെയാണ്, നല്ല നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരും നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളൊക്കെയാണ്. അവിടെ വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവിടെ പിന്നെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം അവരെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവരെന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ആരവമാണ്, ഒരു ആവേശമാണ്. എടാ മോനെ എന്ന് പറയുന്ന പോലെ. അപ്പം നല്ലൊരു ആവേശമാണ്. അപ്പം എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഭയങ്കര ഒരു എനർജിയും തരികയുണ്ടായി. അവിടുന്ന് അങ്ങോട്ട് ഞാൻ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചു ഇനി ടീച്ചിങ് തന്നെയാണ്. ഞാൻ എന്നെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് പറഞ്ഞാൽ ഞാൻ അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു കേട്ടോ. അധികം എൻ്റെ അനിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സംസാരം ഇത്തിരി കുറവാണ്. പിന്നെ അപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പം എൻ്റെ പേരൻസ് വീട്ടിലും ചുറ്റും സാറ് സംസാരം കുറവാണോ ട്രാൻസ്ഫോർമേഷൻ. അതെ ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ അത് ചെറിയ ഇതിൽ ഞാനിപ്പം അമലയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ചെറിയ കാലഘട്ടങ്ങളിൽ ഞാൻ പെൺകുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ പോകാറില്ല. സംസാരിക്കാനേ ഒന്നാമത്തെ ഞാൻ പഠിച്ച സ്കൂളുകൾ ഞാൻ പറയുകയാണെങ്കിൽ 1 മുതൽ 1ലും 2ലും ഞാൻ പഠിച്ചത് ലക്ഷ്മി വിലാസം ലോവർ പ്രൈമറി സ്കൂൾ പരിമണം അവിടെയാണ്. പിന്നീട് 3, 4 സ്റ്റാൻഡേർഡുകളിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ നീണ്ടകര ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ 5, 6, 7 അത് ഒരു ഗേൾസ് സ്കൂളാണ്, പക്ഷെ ബോയ്സിന് 7ാം ക്ലാസ്സിലേ ഉള്ളൂ. സെന്റ് ആഗ്നസ് ഗേൾസ് ഹൈസ്കൂൾ അവിടെയാണ്. പിന്നെ 8th മുതലാണ് നമ്മുടെ ഈ ONV സാറിന്റെ സ്വന്തം സ്കൂൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശങ്കരമംഗലം, അവിടെ ഞാൻ പഠിച്ചു 8, 9, 10 അവിടെ പഠിച്ച്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീ ഡിഗ്രി മുതൽ MSc വരെ തുടർച്ചയായിട്ട് കൊല്ലം SM കോളേജ് തന്നെ. മറ്റു പല കോളേജിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു, പക്ഷേ എനിക്ക് SM കോളേജിനോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടായി. കാരണം ഒട്ടേറെ സാഹിത്യകാരന്മാരും അതിലുപരി ഒട്ടേറെ പ്രമുഖരായ വ്യക്തികളും പഠിച്ചു വന്ന ഏറ്റവും കൊല്ലത്തെ ഒരു ഏറ്റവും മികച്ചൊരു കോളേജാണ് കൊല്ലം SM കോളേജ്. അവിടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ തന്നെ പഠിച്ചു. MSc കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് BEd ചെയ്തത് കർമ്മൽ റാണി ട്രെയിനിങ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ BEdന് മുമ്പ് ഏറ്റവും രസകര അനുഭവം ഞാനത് പങ്കുവെക്കുകയാണ്. എനിക്ക് ആക്ച്വലി BEdന് അഡ്മിഷൻ കിട്ടുന്നത് വർക്കല SM കോളേജിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കന്നൊരു വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോയി വരണമെങ്കിൽ കൊല്ലത്ത് വന്ന് അവിടുന്ന് ട്രെയിൻ കയറി വർക്കല പോകണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 5 മണി 6 മണിയാവും. അപ്പോൾ എനിക്ക് വൈകുന്നേരം കളിക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്നത്തെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വീട്ടിലെത്തുക, ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, അതാണ്. അപ്പോൾ അന്നേരം അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടെങ്കിലും പോയി. നമുക്ക് ടീച്ചിങ് എന്ന കരിയർ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ BEd കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എനിക്ക് കർമ്മൽ റാണി ട്രെയിനിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടെ ഒന്ന് അഡ്മിഷൻ കിട്ടത്തിൽ പാടാണ്. 23 സീറ്റുകളിൽ ഞാൻ 23ാമനായിട്ട് കോളേജിലേക്ക് വന്നു. കോളേജിലേക്ക് വന്ന് ആദ്യത്തെ 1-2 ക്ലാസ്സൊക്കെ ചെന്നപ്പോൾ നമുക്ക് അമലേക്ക് അറിയാമല്ലോ, നമുക്ക് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും എല്ലാം കൂടി ഒരുമിച്ചിരുത്തിയാണ് ക്ലാസ് വരുന്നത്. അത് ഫിലോസഫി, സൈക്കോളജി ഇതൊക്കെ എടുക്കുമ്പോൾ ഇംഗ്ലീഷ് വരുന്നില്ല, ഫിലോസഫി, സൈക്കോളജി ഇതൊക്കെ എടുക്കുമ്പോൾ ജനറലായിട്ടാണ്. അപ്പം അന്നേരം ഞാൻ വലിയ കാര്യമൊക്കെയില്ല, കൂടുതലും ഗേൾസാണ്, ബോയ്സ് കുറവേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഞാനാണെങ്കിൽ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ചെന്നപ്പോൾ 22 ഗേൾസാണ്, ഞാൻ മാത്രമേ ഉള്ളൂ പോയി. അപ്പോൾ ഞാൻ ഈ ഗേൾസിൻ്റെ അധികം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അധികം മിങ്കിൾ ചെയ്യാത്തൊരു പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, പേടിച്ച് അയ്യോ പാടാ. ഞാൻ എന്ത് ചെയ്ത് ക്ലാസ്സിൽ ചെല്ലും. അപ്പോൾ അന്നേരം ഞങ്ങളുടെ ടീച്ചറില്ല, ബ്രിജിത്ത് മിസ്സായിരുന്നു ഞങ്ങളുടെ ടീച്ചർ അന്നേരം അവിടെ ഇല്ല. ടീച്ചർ സൗത്ത് ആഫ്രിക്കയിലോ മറ്റോ പോയിരുന്ന സമയമാണ്, ലീവായിരുന്നു. അപ്പം ഈ ഗേൾസാണെങ്കിൽ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാവരും MSc റാങ്ക് ഹോൾഡേഴ്സാണ്. നമ്മുടെ ആ വർഷത്തെ MSc സുവോളജി റാങ്ക് ഹോൾഡർ ജെൻസി റോഷൻ പിടിക്കുകയാണ്. ഫാത്തിമ എന്നെ കോളേജിലെ സാറിൻ്റെ മോളാണ്. അപ്പം പുള്ളിക്കാരി എല്ലാവരും ഉണ്ട്. അന്നേരം എനിക്ക് അവരെ പരിചയമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവരെല്ലാം കാണുന്നത് തന്നെ. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരാണല്ലോ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അത് നമ്മളല്ല മൈൻഡ് സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവരിങ്ങനെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞാനിങ്ങനെ ഇരിക്കുന്നു. എനിക്കന്നൊരു ഭയങ്കര ബോറിങ്, ഭയങ്കര ബുദ്ധിമുട്ട്, സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ദിവസം ഭയങ്കര പാട്. എനിക്ക് ആശ്വാസം ഈ ഫിലോസഫി സൈക്കോളജി ക്ലാസ് വരുമ്പോൾ. അപ്പം അവിടെ കുറച്ച് വോയിസ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടില്ല, കമ്പൈൻ ആകുമ്പോൾ അതാ. അപ്പോൾ എന്തായാലും ഞാനിത് ആകെപ്പാടെ വിട്ടുപോയി. എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യൂ, എല്ലാ ദിവസവും അന്ന് ബൈക്ക് ഉണ്ടായിരുന്നു, ഞാൻ ബൈക്കിലായിരുന്നു കോളേജിൽ പോകുന്നത്. പിന്നീട് ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ കോളേജിൽ പോകാതാറായി. കാരണം പോകാനൊരു മടി, ഈ ഗേൾസിൻ്റെ കൂടെ ഇരിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ബൈക്ക് എടുത്തിറങ്ങും, വീട്ടിൽ നമ്മ ചോറൊക്കെ തരും, ഞാനാണെങ്കിൽ ചോറും കൊണ്ട് വീട്ടിൽ പോകും. എന്നിട്ട് കൊല്ലത്തൊക്കെ കറങ്ങി നടന്ന് സിനിമയെ കണ്ട് തിരിച്ച് വൈകുന്നേരം വരും. ഇങ്ങനെയൊക്കെയായിരുന്നു. അവസാനം അവിടെ അഡ്മിഷൻ്റെ പ്രശ്നമായി, എന്നെ വിളിച്ച അവസാനം ബ്രിജിത്ത് മിസ് വരികയും ചെയ്തു. അപ്പോൾ വന്നപ്പോൾ ടീച്ചർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഞാൻ വരുന്നില്ലല്ലോ. ടീച്ചർ പറഞ്ഞ്
രജീഷ് അല്ലേ, എനിക്ക് ആകെപ്പാടെ ഉരുളി കമ്പഴത്തി കിട്ടിയ ഒരു ആൺകുട്ടിയാണ്, നീ എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞില്ല, എനിക്ക് വരാൻ പറ്റില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സത്യാവസ്ഥ വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഗേൾസൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഏതൊരു ഏലിയനെ കാണുന്നില്ല. അപ്പം എന്തായാലും ടീച്ചർ പറഞ്ഞ് രജീഷ് ഇനി ക്ലാസ് എന്നെ മിസ്സാക്കരുത്, നമുക്ക് പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മേലെ ക്ലാസ്സിന് പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും ബാക്കിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇനി ഫ്രണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇനി ഫ്രണ്ട് വന്നു. ഫ്രണ്ട് വന്നപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഗേൾസ് ഇരിപ്പുണ്ടായിരുന്നു, 4 പേര്. അപ്പോൾ അവരെങ്ങനെ എണീറ്റ് ഞാൻ വന്നപ്പോൾ ഞാൻ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവരെങ്ങനെ ബാക്കിലേക്ക് പോയി. ടീച്ചർ പറഞ്ഞ് നിങ്ങളോട് പോവാ, ഞങ്ങൾ ബാക്കിൽ നിന്നോളാം മാഡം. അപ്പം ടീച്ചർ പറഞ്ഞു അങ്ങനെ വേണ്ട, ഇനി ഈ ക്ലാസ്സിൽ നിന്ന് രജീഷ് പുറത്ത് പോകാതെ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ ഇനി വരാൻ പറഞ്ഞു. 2 പേര് രജീഷിൻ്റെ ഇടത് സൈഡിലും 2 പേര് രജീഷിൻ്റെ വലത് സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് ഇനി മേലെ ഇതിനെ പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഞാൻ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ 1-2 ദിവസം ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി കൊള്ളാം. അപ്പം പിന്നെ ഞാനെന്ത് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒറ്റ ദിവസം പോലും ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. അതായിരുന്നു എൻ്റെ BEd കരിയർ. പക്ഷേ അവിടുന്ന് നമ്മൾ എന്നെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ശരിക്കും മോൾഡ് ചെയ്തു കൊടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഞാൻ ഒരു വർഷം ട്യൂട്ടറിലൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇടുക്കിയിലൊരു സ്കൂളിൽ ഞാൻ 3 വർഷം വർക്ക് ചെയ്തായിരുന്നു. ഒരു ICS ASC സ്കൂളിൽ വർക്ക് ചെയ്തായിരുന്നു. 3 വർഷം അവിടുത്തെ കരിയർ കഴിഞ്ഞ് അവിടെയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ രജീഷ് സാർ എന്ന ലെവലിലേക്ക് എത്തപ്പെടാൻ അവിടെ ഉണ്ടായ കുറേ അനുഭവങ്ങളാണ്. അവിടുത്തെ ആ ഒരു ടീച്ചിങ് മെത്തേഡും കുട്ടികൾ നമ്മളോടുള്ള പെരുമാറ്റവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും ശരിക്കും എൻജോയ് ചെയ്തു. അത് നമ്മളെ കുറച്ചുകൂടി നമ്മുടെ ടീച്ചിങ് കരിയറിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചൊരു ഫാക്ടറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ച് കൊല്ലത്തേക്ക് മടങ്ങിപ്പോയി. 3 വർഷം കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് മടങ്ങിപ്പോയി അവിടെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ പഠിപ്പിച്ചു. അത് പോകാൻ കാരണം എന്നെ എൻട്രൻസ് ഫീൽഡിലേക്ക് എത്തിക്കുന്നത് എൻ്റെ സ്ഥലമായിട്ടുള്ള പരിമളത്തുള്ള സതീഷ് അല്ലെങ്കിൽ സന്തോഷ് എന്നിരിക്കുന്ന നമ്മുടെ ചേട്ടനുണ്ട്. പുള്ളിക്കാരിപ്പോൾ VSSലാണ്, മിടുക്കനാണ്. അപ്പം പുള്ളിയാണ് എന്നെ ഈ ഫീൽഡ് ശരിക്കും കൊണ്ടുവന്നത്. പുള്ളിക്കാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ പൂർണ്ണമായിട്ടും കൊടുക്കുന്നത് കേട്ടോ. കാരണം സന്തോഷ് സാറ് അല്ലെങ്കിൽ സതീഷ് സാർ അല്ലെങ്കിൽ സന്തോഷ് അണ്ണൻ, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ന ഈ ഒരു രജീഷ് സാർ ശരിക്കും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അതെനിക്ക് എന്നും അദ്ദേഹത്തിനോടൊന്നൊരു നന്ദി ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു താങ്ക്ഫുൾനെസ് ഞങ്ങളും പ്രത്യേകമായിട്ട് സാറിനെ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു രജീഷ് സാറിനെ തന്നത്. സതീഷ് സാർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബ്രില്യൻ്റിൽ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ജോർജ് സാറിനും അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊല്ലത്ത് നമ്മുടെ ലോറൻസ് മൈക്കിൾ എന്ന് പറഞ്ഞ ഫാത്തിമ കോളേജിലൊരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഉണ്ടായിരുന്നു. സാറ് നടത്തിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ലാഡർ എന്ന് പറയും. അവിടെ ഞാൻ പഠിപ്പിച്ചത് ആ ഒരു വർഷം. ലോറൻസ് മൈക്കിൾ സാർ നമുക്ക് തന്ന ആ ഒരു എനർജി, ഇറ്റ്സ് അൺബിലീവബിൾ. കാരണം അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ ബാക്കിലൊക്കെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞിരിക്കും ലോറൻസ് മൈക്കിൾ സാർ. നല്ല സാറാണ്, പാവമാണ് കേട്ടോ. സാറാണെങ്കിൽ ഒന്ന് ബാക്കിൽ നിന്നിട്ട് നമ്മൾ നോക്കും ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം എനിക്കിത് ആദ്യം അറിയില്ലായിരുന്നു, ഞാൻ കണ്ടില്ല. മറ്റു ചില സാർമാർ പറഞ്ഞപ്പോഴായിരുന്നു സാറ് ബാക്കിലുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ അലാംഡായി, ഞാൻ പിന്നെ ശ്രദ്ധിക്കും സാറ് ഉണ്ടെന്ന്. അപ്പം ഇടയ്ക്കൊക്കെ സാറ് പിള്ളേർ നിറഞ്ഞിരിക്കുകയാണ് ക്ലാസ്സിൽ. സാറ് ഇടയ്ക്ക് കൂടെ കയറി ബാക്കിലേക്ക് പോയിരിക്കും, അറിയത്തില്ല നമ്മൾ എന്താണ് ക്ലാസ് ചെയ്യുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ചു. അപ്പം ഇടയ്ക്ക് സാറ് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ടീച്ചിങ് മെത്തേഡ് കുറച്ചുകൂടി എനർജറ്റിക് ആക്കി, അതിൻ്റെ ഒരു ഹൈ വോൾട്ടേജിലേക്ക് ഞാൻ കൊണ്ടുവന്ന്. ഹൈ വോൾട്ടേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായിരുന്നു. സാറ് പിന്നീട് എപ്പോഴും കാണുമ്പോൾ രജീഷ് യു ആർ എക്സലൻറ്റ് ടീച്ചിങ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും നമുക്ക് നൽകുന്ന ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഞാനത് പറയാൻ കാര്യം അറിയൂ, പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ കുറവും, നമ്മളെ നെഗറ്റീവ്സ് പറഞ്ഞ് പിന്നിലേക്ക് മാറ്റാൻ കൂടുതൽ ആൾക്കാരുമാണ് അല്ലേ. ഇതങ്ങനെയല്ല, ഇത് നമുക്ക് മാക്സിമം സപ്പോർട്ട് തരികയായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തന്ന എനർജി ഭയങ്കരമായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വർഷം അവിടെ പഠിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ബ്രില്യൻ്റിൽ നിന്ന് ഒരു കോൾ വരുന്നത്. രജീഷ് സാറാണോ? ഞാൻ പറഞ്ഞ അതെ. ഞാൻ ജോർജാണ് കേട്ടോ. പിന്നെ ഞാൻ ജോർജാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കൊല്ലം ലാംഗ്വേജ് ആണേ. ഞാൻ ജോർജാണ്, പാലയിലാണ്. സാറ് സുവോളജിയിലേ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ അതെ. സാറിന് ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ സാറിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. അപ്പോൾ സാറിന് കഴിഞ്ഞിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും വരാം സാർ, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് വേറെ കാര്യം കൂടി, ഇതിനിടയ്ക്ക് എനിക്ക് KSRTCയിൽ ജോലി കിട്ടിയായിരുന്നു 2010. അപ്പോൾ ഈ ജോലി കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹം വിളിക്കുന്നത്. ജോർജ് എന്ന അദ്ദേഹം എന്ന് പറയാൻ കാരണം എനിക്കറിയില്ലായിരുന്നു ഈ ജോർജ് ആരാണ് എന്നുള്ളത്. ഞാൻ ആദ്യം വിരിച്ചു ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം, കേരളത്തിലെ നമ്പർ 1 ആകാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് സ്ഥാപനം ആ സമയത്ത്. അപ്പം ജോർജ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത്
ഇവിടുത്തെ ഏതോ സ്റ്റാഫാണ് വിളിക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ഒരു മാർച്ചിലാണ് വരുന്നത്, മാർച്ച് 18-ാം തീയതി ഞാൻ വരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഞാനിവിടെ വന്നൊരു സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ സെക്യൂരിറ്റി അല്ല, നമ്മുടെ ഡയറക്ടേഴ്സ്. അന്ന് ഈ ബ്രില്യൻറ്റിൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല അമലയ്ക്കറിയാം. അന്നേരം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ എ ബ്ലോക്ക് അവിടുത്തെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് റൂം തന്നെയാണ്, പക്ഷെ അതിന് രൂപം ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു എൻക്വയറി ഉണ്ട്. എൻക്വയറി എന്ന് പറഞ്ഞാൽ ജോർജ് എന്ന പുള്ളിക്കാരൻ എന്നെ വിളിച്ചായിരുന്നു ഇവിടുന്ന്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഏത് ജോർജാണ് സാർ വിളിച്ചത്? പറഞ്ഞു ജോർജ് എനിക്ക് അറിയില്ല, ആരാ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അവിടെ ഡയറക്ടേഴ്സ് ആയിരിക്കും വിളിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോർജ് ഡയറക്ടറാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു സാർ ജോർജ് ഡയറക്ടറാണ്, ഡയറക്ടർ സാറാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പം പിന്നെ നമ്മുടെ ആ ഇന്നത്തെ എ ബ്ലോക്കിൻ്റെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കുറച്ച് ചെറിയൊരു റൂമിൽ കുറേ പുസ്തകങ്ങളും ഫയലുകൾക്ക് ഇടയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നത്. വെള്ളയാണ് ഡ്രസ്സ്, വളരെ പ്ലസൻ്റ് ആയിട്ട് മുഖമുള്ള ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു ഞാൻ രജീഷ് സാറാണെന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്ക് അറിയില്ല. സാറേ ഞാൻ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്, പഠിപ്പിക്കുന്നതായിരുന്നു. ആ മനസ്സിലായ സാറേ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞാനായിരുന്നു വിളിച്ചത് സാറേ, ഞാൻ ഇവിടുത്തെ ഒരു ഡയറക്ടറാണ് എന്ന് പറഞ്ഞു. സാറ് സുവോളജി ഇല്ലേ? അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വളരെ നല്ല രീതിയിൽ സാറ് സംസാരിക്കുകയും ചെയ്തു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അന്നേരമാണെങ്കിൽ പിന്നെ സാറ് സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് ജോർജ് സാറ് നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് കൂടുതൽ എഞ്ചിനീയറിംഗ് ബാച്ചസാണ്. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഞാനൊക്കെ വന്ന വർഷമാണ് 42 ബാച്ചിലേക്ക് പിന്നെ നമ്മുടെ മെഡിക്കൽ ബാച്ച് വരുന്നത്. അപ്പം പിന്നെ ജോർജ് സാറ് പറഞ്ഞു സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട് തൊട്ടപ്പുറത്താണ്, അങ്ങോട്ട് ചെന്ന് പറഞ്ഞു സാറാണ് മെഡിക്കൽ ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിക്കൊക്കെ സാറ് പറയുന്നു. അപ്പോൾ ജോർജ് സാർ അതിനെ മറ്റെടുത്ത് പേയ്മെൻറ്റ് കാര്യം മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി സ്റ്റണ്ടാണ്. കാരണം ഈ വിളിച്ച ആൾ ഏതോ സ്റ്റാഫാണെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, പക്ഷെ ഡയറക്ടറൊന്നും ഞാൻ അറിയുന്നില്ല. അതായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ മഹത്വം. അത് ഞാൻ സൂചിപ്പിക്കാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം അത്രയും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന നമ്മളോടൊക്കെ ആ രീതിയിൽ ഇടപെടാൻ അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ചു സാറ്. പിന്നെ സ്റ്റീവൻ സാർ എന്നെ അറിയാമല്ലോ ഗൗരവത്തിൽ മിരിയാണ്. അപ്പോൾ സ്റ്റീവൻ സാറിനോട് എനിക്ക് കുറച്ചൊരു ചെറിയൊരു പേടി തോന്നി. ജോർജ് സാറിൻ്റെ അത്രയും പേടി തോന്നിയില്ല, പക്ഷേ സ്റ്റീവൻ സാറിനോട് ചെറിയൊരു പേടി തോന്നി. ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നത് സാർ. നമ്മുടെ CPM-ൻ്റെ ഒരു ആലപ്പുഴയിൽ നമ്മുടെ പണ്ടത്തെ ഒരു നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നല്ലോ ജി സുധാകരൻ. എനിക്ക് സ്റ്റീവൻ സാറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് സുധാകരൻ സഖാവിനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു കട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, ടോപ്പിക്കുകളൊക്കെ സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് ഞാൻ ആരംഭിച്ചു. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ജൂൺ 8-ാം തീയതി ക്ലാസ് തുടങ്ങിയാണ്, ജൂൺ 8-ാം തീയതി സാറ് വരണം. ഞാൻ വന്നിട്ട് ഞങ്ങൾ താമസിച്ചത്, ഞാനും എൻ്റെ കൂടെ വേറെ സാറുണ്ടായിരുന്നു ബിജുലാൽ എന്ന് പറയും, ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണ് വന്നത്. ഞങ്ങൾ താമസിച്ചത് ഇന്നത്തെ ഡയറക്ടേഴ്സ് ഇരിക്കുന്ന ആ റൂമിലാണ്. അവിടെ തൊട്ടപ്പുറത്ത് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കിടന്നിറങ്ങിയിട്ടാണ് പിറ്റേ ദിവസം ജൂൺ 8-ാം തീയതി ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾ ആരംഭിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞാനന്ന് ക്ലാസ് ആരംഭിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ സ്റ്റീവൻ സാറൊക്കെ വന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി വൈഡായിട്ട് കയറി പഠിപ്പിക്കുമായിരുന്നു. നിങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒത്തിരി വൈഡായിട്ട് പഠിപ്പിച്ച്. അപ്പോൾ അന്നേരം അതൊക്കെ പറഞ്ഞ് അത്രയും വേണ്ട, കുറച്ച് കണ്ടൻറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങി. അന്ന് നമുക്ക് ടൈം ടേബിൾ ഇടുന്നത്, ടൈം ടേബിൾ വിളിച്ച് പറയുന്നതും വിടുന്നതെല്ലാം ജോർജ് സാറും സ്റ്റീവൻ സാറും അതാണ്. അപ്പം പിന്നെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലൊക്കെ പോകുമ്പോൾ രണ്ടുപേരോട് ഒരുമിച്ച് നിന്ന് ഒരു ബോർഡിനകത്ത് ടൈം ടേബിൾ എഴുതുന്നു. എന്നിട്ട് സാറുമാരെ തലേന്ന് ക്ലാസ്സിൽ വിളിച്ച് പറയുന്നു. സ്റ്റീവൻ സാർ വിളിക്കുമ്പം 6 അല്ലേ? അതെ, നാളെ തൊടുപുഴ. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? നാളെ തൊടുപുഴ എന്നാണ് ക്ലാസ് പറഞ്ഞത്. ഇങ്ങനെ പറയും, ടോപ്പിക്കൊന്നും പറയത്തില്ല. നമ്മൾ വരുന്നു, ക്ലാസ് എടുക്കുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെബാസ്റ്റ്യൻ സാറിനെയും നമ്മുടെ സന്തോഷ് സാറിനെയും പരിചയപ്പെടുന്നത്. എനിക്ക് സന്തോഷ് സാറിനെ ആദ്യം കണ്ടപ്പോൾ ഡയറക്ടറെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇവിടെ കൊട്ടാരമറ്റം സെൻറ്റർ ഉണ്ടല്ലോ എറണാകുളം, അവിടെ വെച്ചാൽ കാണുന്നത്, എനിക്കറിയില്ലായിരുന്നു. അതുപോലെ സെബാസ്റ്റ്യൻ സാറിനെ ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് എ ബ്ലോക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്നെ വണ്ടി കൊണ്ടാക്കി ഞാൻ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ കസേരയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, കാലുമേ കാലൊക്കെ വെച്ച്. ഞാൻ മൈൻഡ് ചെയ്തില്ല, എനിക്കറിയില്ലല്ലോ ആരാന്ന്. പിന്നീടാണ് അറിയുന്നത് ഇത് സെബാസ്റ്റ്യൻ സാറാണ് എന്നുള്ളത്. അറിഞ്ഞപ്പോൾ ഞാൻ ചുറ്റിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള 4 പേര് അവരിലേക്ക് വന്നപ്പോൾ ശരിക്കും അവരെനിക്ക് ഇവിടെ നല്ല രീതിയിൽ അവസരങ്ങൾ തന്നു. എൻ്റെ ക്ലാസ്സുകൾ കുഴപ്പമില്ലായിരുന്നു. അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാലേ ജോർജ് സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ ആദ്യം. അപ്പോൾ ജോർജ് സാറ് എന്നെ ക്ലാസ് എടുക്കാൻ, എൻ്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് എനിക്കറിയില്ല, എന്നെ ക്ലാസ് കയറ്റി വിട്ടു. ഞാൻ കോഡേറ്റീവ് നോൺ കോഡേറ്റീവ് അതാണ് എടുക്കുന്നത്. എടുക്കാൻ കയറിയപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. എന്നെ ക്ലാസ് ടീച്ചർ വന്നിട്ട് നിമി ഇനി വരാൻ പറയും. അപ്പം നിമി പോകും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ 2 തന്നെ ഞാൻ നിമിയോട് ചോദിച്ചു എന്താ ഇത്ര ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ചോദിച്ചു. ഇല്ല സാർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് മിനിറ്റ് വീണ്ടും നിമി പുറത്ത് പോയി. അന്നേരം പിള്ളേർ സാറേ അത് ജോർജ് സാറിൻ്റെ മോളാന്ന് പറഞ്ഞു.
അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ സാർ വിളിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ജോർജ് സാറ് ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് സാർ നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ലോറൻസ് മൈക്കിൾ സാറിനെ പോലെ ജോർജ് സാറ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സാറ് പറയും, സാറേ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് ഭയങ്കര നല്ല ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ തരും. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ കരിയർ ശരിക്കും ബ്രില്യൻറ്റിൽ ആരംഭിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ KSRTC ഉണ്ടായിരുന്നു. ഈ KSRTC പക്ഷേ എനിക്ക് പിന്നീട് തിരിച്ച് റീജോയിൻ ചെയ്യേണ്ടി വന്നു. ചെയ്തിട്ട് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് ഇവിടെയാണ്. കാരണം എനിക്ക് ടീച്ചിങ്ങും ബ്രില്യൻറ്റും അത്രമാത്രം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടുത്തെ 4 ഡയറക്ടേഴ്സ്, കാരണം അവർ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ. അങ്ങനെ ഞാൻ തിരിച്ച് വൈഫിന് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് തിരിച്ച് ഇവിടേക്ക് വന്നു, കോട്ടയത്ത്. പിന്നെ കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായിട്ട് 2013 മുതൽ കോട്ടയം തന്നെയാണ് നമ്മുടെ സ്വന്തം സ്ഥലം. ഇതാണ് ബ്രില്യൻറ്റിൽ എൻ്റെ ഒരു കരിയർ ആരംഭിക്കുന്നത്. അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ആ ഒരു സമയത്ത് ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അല്ലേ എടുത്തത്? ഒരു സർക്കാർ ജോലി വേണ്ട എന്ന് വെച്ച് പാഷൻ മുന്നോട്ട് കൊണ്ടുപോയതാണ്. സർക്കാർ ജോലി വെക്കേണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ രസം, പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ട്രിവാൻഡ്രത്ത് നിന്നാണെന്ന് പറഞ്ഞല്ലോ. വൈഫിന് ഓൾറെഡി ജോബുണ്ട്. അപ്പം ഈ ട്രിവാൻഡ്രം സൈഡിലുള്ള ഏതാണ്ട് ഒരു 89 അല്ലെങ്കിൽ 90% പേരൻസും സ്വന്തം മകളെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ ആരാണോ അയാൾക്ക് സർക്കാർ ജോബ് ഉള്ളവർക്ക് പെണ്ണിനെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് കല്യാണം നടക്കാതിരുന്നതേ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ ഈ KSRTC ജോലി കിട്ടി. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അച്ഛനും KSRTC തന്നെ കൺട്രോളിങ് ഇൻസ്പെക്ടറായിട്ട് പെൻഷനായതാണ്. അപ്പം പുള്ളിക്കാരന് ഞാൻ കണ്ടക്ടർ എന്ന് പറഞ്ഞപ്പം പിന്നെ താല്പര്യം വന്നു. പിന്നെ നാളൊക്കെ ചേർന്നു, അങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ശരിക്കും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നത്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ അവർക്ക് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയില്ല. ഇന്നത്തെ അത്രയും ഫേമസ് ആവുന്നില്ലല്ലോ. പകരം അവർ വിചാരിക്കുന്നത് ഏതോ ചെറിയ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ് എന്നുള്ള. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഭയങ്കര പാഷനായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അപ്പം ഇവർ പറഞ്ഞ് തിരിച്ച് ഞാൻ റീജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് പോകുമ്പോൾ സ്റ്റീവൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ട് പോകുന്നതേ. സ്റ്റീവൻ സാർ ഞാൻ തിരിച്ച് ഞാൻ റീജോയിൻ ചെയ്യാണ് പറഞ്ഞു. അപ്പം സാർ ചോദിച്ചിട്ട് സാറിന് വരുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് താൽക്കാലികമായിട്ട് വരുന്നില്ല, അത് ഞാനിഞ്ഞ് വരും എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത്. സാറ് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വരുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ സാറ് എന്നെ വിളിച്ചതില്ല. പിന്നെ എന്നെ ജോർജ് സാർ എന്നെ വീണ്ടും വിളിച്ചു. ജോർജ് സാർ എന്നെ വീണ്ടും വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ തിരിച്ച് വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ മാറി വരുന്നു. സാറിപ്പോൾ അത് എങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തു? വൈഫിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലായി എനിക്ക് മറ്റേ ജോബിനോട് താല്പര്യം കുറവാണെന്നില്ല. കാരണം ഒന്നാമത് വിഷയം നമ്മൾ ശാരീരികമായിട്ട് ക്ഷീണിച്ചു പോന്നേ, ഭയങ്കര ടയേർഡ്. പക്ഷേ പിന്നെ 10 മണിക്കൂർ പഠിപ്പിച്ചാലും നമുക്ക് ക്ഷീണമില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള തോന്നുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി. പിന്നെ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടം നമ്മളിവിടെ നിന്ന് പഠിപ്പിക്കുമ്പോഴുണ്ട്, അതൊരു ഫാക്ടറാണല്ലോ. നമുക്ക് ഏതൊരു മനുഷ്യനെയും ശരിക്കും ഏതൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം സാമ്പത്തികം തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ സാലറി വളരെ കുറവായിരുന്നു, ഇവിടെ അതിനെക്കാട്ടി നല്ല സാലറി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ പ്രിഫർ ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇവിടെ തുടങ്ങുന്നത് എന്ന് പറയുന്നത്. അതെ, അപ്പം അങ്ങനെ സാറ് 2010 ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നീണ്ട 15 വർഷം. അപ്പം എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നത്. അപ്പം ആ ഒരു മാറ്റം സാർ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് എൻ്റെ ഈ 15 വർഷത്തെ മാറ്റം എന്ന് പറയുന്നത് എൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ഞാനിവിടെ വരുന്ന സമയത്ത് നമ്മുടെ പ്രോസസ് റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ മൊത്തം സീനിയർ പ്രൊഫസേഴ്സ് മാത്രമാണ്. ലേഡി ടീച്ചേഴ്സ് ആരുമില്ല, ഒരു ടീച്ചർ മാത്രം, സൂസൻ ടീച്ചർ, ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രമുണ്ട്. പിന്നെ ഇടയ്ക്ക് റോഷ്നി മിസ്. പക്ഷേ റോഷ്നി മിസ് എനിക്ക് അറിയില്ല, കാരണം ഞങ്ങൾ ഈ പ്രൊഫസർമാർ മാത്രം ഇരിക്കുന്നൊരു ഗ്രൂപ്പ്. അവരെന്തായാലും ഇങ്ങനെയൊക്കെ വരുന്നില്ല. അവരതിനപ്പുറത്തേക്ക് ജെയ്സൺ സാറും അങ്ങനെയുള്ള ജിൻ സാറും അതുപോലെ തന്നെ റോഷ്നി ടീച്ചറൊക്കെ വേറൊരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ പിന്നെ പ്രൊഫസേഴ്സ് റൂമിലാണ്. അപ്പം ഞാൻ ഉണ്ട്, പിന്നെ ചന്ദ്രലാൽ സാറുണ്ട്, ബിജുലാൽ സാറുണ്ട്, അതുപോലെ തന്നെ അരവിന്ദ് സാറുണ്ട്, പിന്നെ നമ്മുടെ ശ്രീജിത്ത് സാറുണ്ട്, പിന്നെ കെഞ്ചി സാറൊക്കെ സീനിയർ സാറൊന്നല്ലേ, ഞങ്ങൾ ചെറുപ്പക്കാരാണ്. ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരാണ്, ഞങ്ങൾ കുഞ്ഞു പിള്ളേരാണ്. ബാക്കിയുള്ള സീനിയർ പ്രൊഫസർമാരാണ്. അപ്പം ഞാൻ ശരിക്കും പേടിക്കാറ് കാരണം എന്നറിയും, ഞാൻ SMകളെ പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരെല്ലാം തന്നെ ലേഡി ടീച്ചർമാരായിരുന്നു. അപ്പോൾ അവിടെ ഒരൊറ്റ സാർമാർ നമുക്കില്ലായിരുന്നു. അപ്പോൾ സാർമാർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വളരെ റെയറായിട്ട് അവർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടീച്ചർമാരായത് കാരണം എനിക്കൊരു സാറുമാരെ കണ്ട ഇതില്ല, എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. അപ്പം ഇവിടെ കണ്ടപ്പോൾ അത് ഭയങ്കര വല്ലാതെ അത്ഭുതപ്പെട്ട് ഞാൻ ഒരു അത്ഭുത ലോകത്തെത്തിയ ഒരു കുട്ടീനെ പോലെ ഞാൻ ഇരിക്കുക. ഞാൻ മുകളിലേക്ക് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പ്രൊഫസർമാരെ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ അന്നേരം ഇവിടെ ഞാൻ ഫസ്റ്റ് ക്ലാസ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ പിന്നെ ഞാനൊരു അനുഭവം പറയുകയാണ്.
പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. ആ മെറ്റീരിയലായിട്ട് ഞാൻ വരുന്ന സമയത്ത് ഫിലിപ്പ് മാത്യു എന്ന് പറഞ്ഞൊരു ഫിസിക്സിലെ സാറുണ്ടായിരുന്നു. സാറ് മരിച്ചു പോയി. അപ്പോൾ സാറ് എന്നെ കണ്ടിട്ട് പറഞ്ഞ്, ക്ലാസ് തുടങ്ങിയില്ല അപ്പോഴേക്ക് ഇവന്മാർക്ക് ഡൗട്ടാണല്ലോ, ഡാ ഇനി വന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ നിനക്ക് ക്ലാസ്സിൽ പോയിരുന്നല്ലേ, ഡൗട്ടൊക്കെ പിന്നീട് ക്ലിയർ ചെയ്താൽ പോരെ, ഞാൻ ക്ലാസ് കൊണ്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, പോയി ക്ലാസ് ഇരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ടൈം ടേബിൾ സെക്ഷനിൽ അവർ ഇത് കാണുന്നുണ്ട്. ഇവർ എന്തോ പറയാം, അവർ കേൾക്കുന്നില്ല എന്താ പറയുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വന്നേ. അന്നേരം സാറ് പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ ഭയങ്കര കാര്യം, സാർ നല്ല തമാശകളൊക്കെ പറയും. നല്ല എന്തായാലും അങ്ങനെ ആ സീനിയർ പ്രൊഫസർമാരും വളരെ ചുരുക്കം ഒരു വിരലെണ്ണാവുന്ന യങ്സ്റ്റേഴ്സും മാത്രമായിരുന്നു ആ സമയത്ത്. പക്ഷെ പിന്നീട് നമുക്ക് റിസൾട്ടുകൾ വരികയും ബ്രില്യൻറ്റിൻ്റെ പാറ്റേൺ ആകെപ്പാടെ മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രില്യൻ്റ് ശരിക്കും പഠിച്ചു എങ്ങനെയാണ് പേരൻസിനെയും കുട്ടികളെയും കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ശരിക്കും നമ്മുടെ ഡയറക്ടേഴ്സ് ഉൾപ്പെടെ മറ്റു മാനേജ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാം പഠിച്ചു. അത് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല കുട്ടികളെ സെലക്ട് ചെയ്തു. ശരിക്കും നല്ല കുട്ടികളെ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലും മോശം കുട്ടികൾ വന്നാൽ ചിലപ്പോൾ റിസൾട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നല്ല കുട്ടികൾ വന്നപ്പോൾ അവരെ മാക്സിമം കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ട് നമ്മളവരെ പഠിപ്പിക്കാനും ആ എൻട്രൻസ് എന്താണ് എന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ആ ലെവലിൽ കൊണ്ടുവരാൻ ബ്രില്യൻറ്റിന് സാധിച്ചു. അപ്പോൾ അതിൻ്റെ വളർച്ച ഭീമാകാരമായൊരു വളർച്ചയാണ്. കാരണം അന്ന് ഉള്ള ബ്രില്യൻറ്റും അതായത് 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രില്യൻ്റ് അല്ല ഇന്നിപ്പോൾ ലോകമാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഡയറക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും. ഒരുപക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അധികം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും എനിക്ക് ഉറപ്പുണ്ട് ബ്രില്യൻറ്റിൽ കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി ഒരുപക്ഷെ കേരളത്തിൽ വേറൊരൊറ്റ സ്ഥാപനങ്ങളും കിട്ടാൻ സാധ്യതയില്ല. കാരണം മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മളോടുള്ള ഡീലിങ് അങ്ങനെയാണ്. അതിപ്പോൾ അധ്യാപകരോടായാലും കുട്ടികളോടായാലും പേരൻസിനോടായാലും ഓരോ പടിപടിയായിട്ട് നല്ല നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങി. കൂടുതൽ കുട്ടികളിങ്ങോട്ടേക്ക് അട്രാക്റ്റീവായി. അപ്പോൾ അതിനനുസരിച്ച് അധ്യാപകരുടെ എണ്ണവും കൂടി തുടങ്ങി. അപ്പം അന്ന് കുറച്ച് അധ്യാപകരല്ലേ ഉള്ളായിരുന്നു. പിന്നീട് കൂടുതൽ ഞങ്ങളെയൊക്കെ പോലുള്ള യങ്സ്റ്റേഴ്സിനെയും ഇപ്പോൾ അമലയൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വളർച്ച പടിപടിയായിട്ട് വരുന്നു. അത് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു ബാലൻസ്ഡ് ലെവലായി. സീനിയേഴ്സ് മാത്രമാകാതെ മിഡിൽ ഏജിലുള്ള ആൾക്കാരുണ്ട്, കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ വന്നപ്പോൾ കുട്ടികൾക്ക് സ്വീകാര്യമായിട്ടുള്ള അധ്യാപകരെല്ലാം നിറഞ്ഞു. ഏറ്റവും മികച്ച നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പം ആർട്ടിഫിഷ്യൽ സെലക്ഷൻ പ്രോഗ്രാം നടക്കുമ്പോൾ ഏറ്റവും മികച്ച ക്വാളിറ്റീസ് ഉള്ളവർ മാത്രം സെലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ വന്നപ്പോൾ ബ്രില്യൻ്റ് അതിൻ്റെ ഓരോ വർഷം കഴിയുന്നതും കരിയർ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അത് ഞങ്ങൾക്കും ബെനിഫിറ്റായി. അതാണ് ഇപ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലോകമാകമാനം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ്. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഒരിക്കലും ഞങ്ങളൊക്കെ ഇത്രയും ജൂനിയേഴ്സാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ആരെയും ഒന്ന് മാറ്റി നിർത്തുമോ? ഇവർ സത്യം പറഞ്ഞാൽ രജീഷ് സാറൊക്കെ നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവ്രി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനെ ഇവർ ചേർത്ത് നിർത്താനായിട്ടാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം നമുക്ക് എന്ത് സംശയവും എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ പോലും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോയി ചോദിക്കാം. അപ്പോൾ സീനിയേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ജൂനിയേഴ്സ് ആണെന്നോ അങ്ങനത്തെ ഒന്നും യാതൊരുവിധ ബാരിയേഴ്സും നമ്മൾ തമ്മിലില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അതിന് നമ്മുടെ എല്ലാ അധ്യാപകരോടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോടും ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ. കാരണം എല്ലാവരെയും ഒരേപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ബോണ്ട്. അതാണ് നമ്മളിവിടെ നമ്മുടെ ഇപ്പം സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമുക്ക് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, നമ്മൾ പറയുന്നതാണ് ശരി. കാരണം ഇവിടെ ബയോളജി, അതായത് ബോട്ടണി ടീച്ചേഴ്സും സുവോളജി ടീച്ചേഴ്സുമാണ്. ഇപ്പോൾ സുവോളജി ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന് പറഞ്ഞല്ലോ സീനിയർ സാർമാരുണ്ടായിരുന്നു. നമുക്കിപ്പം സീനിയേഴ്സായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ടീച്ചർമാർ എന്ന് പറയുന്നത് പയസ് സാറുണ്ട്, അതുപോലെ തന്നെ സോമൻ സാറുണ്ട്, അതുപോലെ തന്നെ ഗോപിനാഥൻ സാറ്, പിന്നെ അന്നുണ്ടായിരുന്ന രാജൻ സാറ്, ദാമോദരൻ സാറ്, നമ്മളേക്ക് ഒരു അറിയത്തില്ല ദാമോദരൻ സാർ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നോളജിൻ്റെ ഒരു വലിയൊരു കടലാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരുന്തോറും അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റി. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ അധ്യാപകരും, അതിപ്പോൾ അജയ് സാർ ആയിക്കോട്ടെ, ബിജുലാൽ സാർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും, എല്ലാ ആൾക്കാരും, നമുക്ക് രഞ്ജിത്ത് എന്ന സാറുണ്ടായിരുന്നു, ഇവർ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒട്ടേറെ കോപ്പറേറ്റീവാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം, നമ്മളത് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചർച്ചയിലൂടെയാണ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര റെലവൻ്റാണ്.
അതെ, നമുക്ക് വർക്ക്ഷോപ്സ് ഇപ്പം എന്താ നിങ്ങൾ കുട്ടികൾക്കൊന്നും അറിയില്ലായിരിക്കും. ഇവിടെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞങ്ങൾ ആരും ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ല, ഇവിടെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ്, സകല കാര്യങ്ങളും. അത് ബ്രില്യന്റിൽ നമ്മൾ മിക്കപ്പോഴും അധ്യാപകർ തന്നിരുന്ന ക്വസ്റ്റ്യൻസിനെ കൂടുതലും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് മോസ്റ്റ് കേസിലും നീറ്റിന് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ചുകൂടി വലുതായി, ഒട്ടേറെ ഇപ്പം എല്ലാവരും നമുക്ക് പരിചയം. എങ്കിലും ഞാൻ അന്വേഷിക്കാറുണ്ട്. കാരണം എനിക്കൊന്ന് സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം മാനേജ്മെന്റ് പല കാര്യങ്ങളും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അത് ചെയ്യാനും ഭയങ്കര സന്തോഷമാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. ഒരിക്കലും എന്നെ അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ ഒരു ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ അപ്പം തന്നെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു എന്താ പറയുന്ന സൗഹൃദം, എനിക്ക് നല്ലൊരു സൗഹൃദം എല്ലാവരുമായിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാവും, ദേഷ്യപ്പെടും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ദേഷ്യപ്പെടുകയും ചെയ്യും, സന്തോഷിക്കുകയും ചെയ്യും, എന്നാൽ പെട്ടെന്ന് അത് മാറുകയും ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാവരുമായിട്ടും നല്ലൊരു സംഗീതമാണ് പോകുന്നത്. കാര്യങ്ങൾ നല്ല രീതിയിലാണ്. പ്രൊഫസർമാർ, ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനെ, മറ്റുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പേരൻസ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്ക് നന്നായിട്ടറിയാം ഇവിടുത്തെ ഓരോ ടീച്ചറും ആരാണ് എന്താണ് എന്നുള്ളത്. അതെ, ഇപ്പം നമ്മുടെ പരസ്യങ്ങൾക്കകത്ത് കേൾക്കുന്ന ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ് നമ്മൾ പറയുന്നത് ഒരു വെറും വാക്കല്ല, ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ് തന്നെയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും അവരുടേതായ മേഖലകളിൽ വളരെയധികം പ്രകടനങ്ങൾ, മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് തെളിഞ്ഞിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം എല്ലാം ആമല്ല, ഞാൻ ഈ ബ്രില്യൻറ്റിൽ നമ്മൾ പറയുമ്പോൾ ഒട്ടേറെ ജീവിതാനുഭവങ്ങളുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ 15 വർഷം ഇവിടെ ഇല്ലേ, ശരിക്കും നമ്മുടെ ഒരു മനുഷ്യൻ്റെ 30 വയസ്സ് കഴിയുമ്പോഴാണ് അയാളുടെ മനുഷ്യൻ്റെ ലൈഫ് വേറെ ലെവലിലേക്ക് മാറി തുടങ്ങുന്നത്. അപ്പോൾ അത് ശരിക്കും ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായത് ബ്രില്യൻറ്റിലാണ്. അപ്പോൾ അതിനകത്ത് ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒട്ടേറെ ഉണ്ട്. കാരണം ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് 2012 ഞാൻ ട്രിവാൻഡ്രത്തിൽ വീട് വാങ്ങിക്കുമ്പോൾ ലോൺ എടുക്കണമായിരുന്നു. അപ്പോൾ അന്നേരം ഞാനത് പലപ്പോഴും പ്രോസസ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നേരം അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ വീട് ലോൺ എടുക്കണമായിരുന്നു. അപ്പോൾ അന്നേരം ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞ സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എനിക്ക് SRTC ഒന്നും കിട്ടത്തില്ല, ഞാനിത് വിട്ടല്ലോ. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ സ്റ്റീവൻ സാറിനെ വിളിച്ചു, സാർ തന്നെ എനിക്ക് വേണം. എന്നിട്ട് സാർ പറഞ്ഞു, അതിനെന്താ സാറേ ഞാൻ വന്നേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് സ്റ്റീവൻ സാറിനെ കണ്ടു. സ്റ്റീവൻ സാർ പറഞ്ഞ അക്കൗണ്ട് സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സന്തോഷ് സാറാണ്, സന്തോഷ് സാറിനെ കണ്ടാൽ മതി. അപ്പോൾ സന്തോഷ് സാർ പറഞ്ഞ് തരാം എന്ന് പറഞ്ഞു. സാർ അങ്ങനെ തന്നു. തരുമ്പോൾ പക്ഷേ അതിനൊരു കാര്യമുണ്ട്, സെബാസ്റ്റ്യൻ സാറാണല്ലോ ഇതിൻ്റെ അതോറിറ്റി, ശരിക്കും സൈൻ ചെയ്യണം. അപ്പോൾ സാർ അന്നേരം സ്ഥലത്തില്ല. എനിക്കാണെങ്കിൽ ഈ പേപ്പർ അന്ന് തന്നെ പറ്റിയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുകൊടുത്താലേ എനിക്കിത് ലോൺ സാങ്ഷൻ ആവുകയുള്ളൂ. നമ്മൾ കൊടുത്ത അഡ്വാൻസ് അല്ലെങ്കിൽ ലാപ്സായി പോകും. അതാ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ സെബാസ്റ്റ്യൻ സാറിൻ്റെ അടുത്ത് ഈ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഇന്നണക്കാണ്, എമർജൻസി ആണെന്ന് പറഞ്ഞപ്പം സെബാസ്റ്റ്യൻ സാർ അന്ന് രാത്രിയാകുമ്പോഴേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇനി പാടാ, എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുമ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ സാറ് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞ് ആ സാറിൻ്റെ അടുത്ത് RRSൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറ, ഒരു ചായ കുടിച്ച് അവിടെ ഇരിക്കുക, എന്നിട്ട് ആ സൈൻ ചെയ്യാനുള്ള പേപ്പർ അവിടുന്ന് വണ്ടിക്കകത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ സൈൻ ചെയ്യാനുള്ള പേപ്പർ ഇവിടുന്ന് നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ ജോസ് സാറ് നേരെ സെബാസ്റ്റ്യൻ സാറിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. സെബാസ്റ്റ്യൻ സാർ വീട്ടിൽ നിന്ന് സൈൻ ചെയ്തു, വണ്ടിക്കകത്ത് എത്തിച്ച്, എന്നിട്ട് എനിക്ക് പേപ്പർ തന്നെ ഞാൻ അന്ന് തന്നെ കൊണ്ടുകൊടുത്തു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. വേറെ ഒരു സ്ഥാപനത്തിലും ഒരു ഡയറക്ടേഴ്സും ഇങ്ങനെ ചെയ്യില്ല. അത് ഞാൻ എഴുതി തരാം. കാരണം അങ്ങനെ അത് പ്രത്യേകിച്ച് നമ്മൾ തുടക്കമാണ്, അങ്ങോട്ട് വന്നിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനത് വന്ന് എന്നെ പൂർണ്ണമായിട്ടും പരിചയമില്ല. എന്നിട്ട് പോലും സെബാസ്റ്റ്യൻ സാറ് അങ്ങനെ ഒരു വളരെ നല്ലൊരു ഉപകാരമാണ് അന്ന് എനിക്ക് ചെയ്തു തന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ ഡീലിങ് നമ്മളോടുള്ളത് 4 പേരോടും എനിക്ക് നല്ല പേഴ്സണലായിട്ട് നല്ലൊരു അടുപ്പവും ഇഷ്ടവും റെസ്പെക്റ്റും. എന്നാൽ ചിലപ്പോൾ ദേഷ്യം വരും, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ട് ദേഷ്യവും വരും. അതാ. അപ്പം എന്താ പറയുന്ന, നമുക്കൊരു ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം എന്താ പറയുന്ന, അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പലപ്പോഴും സ്റ്റീഫൻ സാർ ആയിക്കോട്ടെ, ജോർജ് സാർ നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇവിടെ കോട്ടയത്തൊക്കെ വീടൊക്കെ വാങ്ങിച്ചപ്പോൾ 4 പേരും ഒരുമിച്ച് വന്നു. അതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കോസ്റ്റൽ പറഞ്ഞൊരു സാധാ കുടുംബത്തിൽ വന്ന ഒരാളാണ്. അധികം സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായിരുന്ന കുടുംബമൊന്നും അല്ലായിരുന്നു. ഇച്ചിരി പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ വന്നേ. അന്നേരം ഇവിടുന്ന് ഇത്രയും വലിയ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളോട് സഹകരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ 4 പേര് അന്നവിടെ വന്നിട്ട് ഉടനെ പോയതില്ല. ജോർജ് സാറ് വൈകുന്നേരം വന്നു,
മണിക്കൂറുകൾ ഒട്ടര കഴിഞ്ഞിട്ടാ ഇവർ സാറ് വീട്ടിൽ നിന്ന് പോകുന്നത്. അതുപോലെ എനിക്കിപ്പോഴും അനുഭവമുണ്ട്. ഇവിടുന്ന് പിന്നെ ടീച്ചർമാർ നമ്മുടെ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ മന്നാനത്താണേ, അപ്പോൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് പലർക്കും വഴിയറിയില്ല. ഞാനെന്നറിയാം എനിക്ക് സ്ഥലം അത്ര പരിചയമായിട്ടില്ല. ഞാനിങ്ങനെ ഫോണിൽ പറഞ്ഞപ്പോൾ ജോർജ് സാർ ഇത് കേൾക്കുന്നുണ്ട്. സാറെ ഫോണിൽ ചെന്നേ എന്നിട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് സാറ് വഴി പറഞ്ഞു കൊടുത്തിട്ട് അതിന് സാറ് അവിടെ വരുന്ന അതിഥികളെയൊക്കെ സ്വീകരിക്കും, ഞാൻ വരുന്ന സാറുമാരെയും എത്തിക്കാം. ജോർജ് സാറ് പറഞ്ഞതാണ്. അങ്ങനെ സാറ് താഴെ പോയതിന്ന് വരുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. അതൊക്കെ ശരിക്കും ഇറ്റ്സ് അൺബിലീവബിൾ. കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഈ 4 പേര് ചെയ്തത്. അതുപോലെ ഏറ്റവും രസകരമായ കാര്യം, സ്റ്റീഫൻ സാർ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടിന് മുകളിലാണെങ്കിൽ ഇങ്ങനെ 4-3 കുറേ തൂണുകളുണ്ട്, ഇടയ്ക്ക് വലിയ ഡബിളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് കയറാം, എനിക്കൊക്കെ കയറാം കേട്ടോ, അമലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് കയറാൻ പറ്റും. അപ്പോൾ സ്റ്റീഫൻ സാറിനെ അറിയില്ല. സ്റ്റീഫൻ സാറ് സന്തോഷ് സാറിൻ്റെ ഇടയ്ക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ സ്റ്റീഫൻ സാർ വന്നിട്ട് പിന്നെ ആരാഴ്സട്ടെ ഇപ്പൊക്കെ ഒളിച്ചു മൊത്തം കളിക്കായിട്ടൊക്കെ ഇടയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാറ് കയറാനൊക്കെ നോക്കി, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഒരിക്കലും സ്റ്റീഫൻ സാറിൽ നിന്നൊക്കെ അങ്ങനെ ഒരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര വളരെ റയറായിട്ടല്ലേ വരുത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സന്തോഷം. ഞാൻ അച്ഛനമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനമ്മയൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ നല്ലൊരു എന്താ പറയുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു, നമുക്ക് എന്നും എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ്. അത് എനിക്ക് എന്തായാലും ഈ 4 ഡയറക്ടേഴ്സോട് ഉണ്ടാക്കിയെടുക്കാൻ നിലവിൽ പറ്റിയിട്ടുണ്ട്. അത് അവർ എന്നെ അതിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതിനോട് ഞാൻ ഇപ്പോഴും നന്ദി പറയുകയാണ്. എപ്പോഴും ആ നന്ദി എന്നിൽ നിന്നുണ്ടായിരിക്കും. അതാണ് ബ്രില്യൻറ്റിലെ നല്ലൊരു അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ 4 സ്ട്രോങ് പില്ലേഴ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മുടെ 4 ഡയറക്ടേഴ്സിനെ. കാരണം ഇവരെ എല്ലാവരും നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം നമുക്കറിയാം ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു അധികാര മനോഭാവത്തോടു കൂടിയല്ല, പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അന്ന് കൊല്ലത്ത് പഠിപ്പിച്ച ലോറൻസ് മൈക്കിൾ സാർ ഇതുപോലെയായിരുന്നു. ലോറൻസ് മൈക്കിൾ സാർ അവസാനം എൻ്റെ മോനെന്ന് വിളിക്കുന്നത്. പക്ഷേ പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രശ്നം, കൊല്ലത്തെ സ്ഥാപനം കുറച്ച് ഡൗൺ ആയി. അതിൻ്റെ കാരണം കൂടെ വന്ന ആൾക്കാർ ഈ സാറിനെ പറ്റിക്കുന്നുണ്ടായിരുന്നേ. അതൊരു പ്രശ്നം തന്നെയായിരുന്നു. സാറിനെ ശരിക്കും പറ്റിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പം അവസാനം ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് ശരിക്കും കരഞ്ഞുപോയി. കാരണം നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ സാറിനോട് നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ദൈവം ചിലപ്പോൾ ഒരു നമുക്ക് തന്നെയായിരിക്കും ഇവിടെ വന്നപ്പോൾ ഈ 4 ഡയറക്ടേഴ്സിനെ അവർ നല്ല രീതിയിൽ നമ്മളോട് ഇടപെടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്ഥാപനം വളർന്നപ്പോഴേക്കും നമുക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പണ്ടെപ്പോഴും നമ്മളോട് തന്നെ ആയിരുന്നു. നമ്മൾ എവിടെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ സ്റ്റീഫൻ സാർ നമ്മളോട് കാണും. ഇപ്പോൾ തൊടുപുഴ പോകുമ്പോൾ സ്റ്റീഫൻ സാർ നമ്മളോട് എപ്പോഴും കാണും. നല്ല ഒരു അതിൽ സന്തോഷ് സാറ്, എല്ലാ ആൾക്കാരും. ഞാൻ സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെ അധികം അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ വേറെ ആരും ഉണ്ടാവില്ല. ഈ 4 ഡയറക്ടേഴ്സിനുപരിയായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് അത് പക്കായാണ്. കാരണം വേറൊരു സ്ഥാപനത്തിൽ എങ്ങനെ കാണത്തില്ല. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ആ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സിനെ ബേസ് ചെയ്ത് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ആ എക്സാംസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ടോപ്പിക്ക് ഇന്ന ദിവസത്തേക്ക് ഒരു പ്ലാൻ ചെയ്യുന്നു, അന്ന് തീരുന്നു. നെക്സ്റ്റ് വീക്കിൽ എസ്പെഷ്യലി മൺഡേ, നമ്മൾ മൺഡേ മുതൽ ഫസ്റ്റ് സെഷൻ ക്ലാസ് കാണത്തില്ല, സെക്കൻഡ് സെഷൻ മുതൽ ക്ലാസ് വരുന്നത്. മൺഡേയിൽ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നു, ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് തീരും. ഇൻ മോസ്റ്റ് കേസിലും തീർന്നിട്ട് അടുത്ത മൺഡേയിൽ അതിൻ്റെ എക്സാമാണ്. അതുപോലെ 3-4 ടോപ്പിക്കുകൾ കഴിയുമ്പോൾ മോഡൽ എക്സാംസ് വരും. ഈ മോഡൽ എക്സാമൊക്കെ അത് കറക്റ്റായിട്ട് ഇവർ കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു മാനേജ്മെൻറ്റ് അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിന് പിൻബലം കൊടുക്കുന്നത് ക്ലാസ് ടീച്ചേഴ്സും അതേപോലെ തന്നെ ടൈം ടേബിൾ സെഷനുള്ള ആൾക്കാരുമാണ്. അവർ ചെയ്യുന്ന ജോലി നമുക്ക് എന്താ പറയുന്ന, പലപ്പോഴും ടൈം ടേബിൾ സെഷനിലേക്ക് അവർ പോകുന്നത് രാവിലെ വന്നിട്ട് 6-7 മണിയൊക്കെ ആയിട്ടൊക്കെയാണ് മിക്കവാറും. നിങ്ങൾക്ക് പരിചയമല്ലാത്ത കുറേയധികം മുഖങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പല കാര്യങ്ങളിലും ആൾക്കാരെ കാണുമ്പോൾ മുന്നിലുള്ള ആൾക്കാരെ നമ്മൾ കാണാറുള്ളൂ. നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ നേരെ നമ്മളിവിടെ കണ്ടറിയും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡയറക്ടേഴ്സ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള 4 ഡയറക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് ഈ സിസ്റ്റം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പിന്നിലുള്ള ആൾക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമാണ്. അതിപ്പം പ്രൊഫസർമാരായിക്കോട്ടെ, ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മറ്റ് കോഓർഡിനേറ്റേഴ്സ് ഉണ്ട് ഒത്തിരി പേര്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവേഴ്സ്, പിന്നെ ക്യാൻറ്റീൻ സെഷൻ, അതുപോലെ നമ്മുടെ പിയൂൺമാർ, ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ഇതേവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ശരിക്കും ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്യുന്നത് ബ്രില്യൻറ്റിലാണ്. കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് തുറന്ന് സംസാരിക്കാൻ പറ്റും. അവരതിനെ
ഉടനടി നടപടികൾ എടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ എനിക്ക് പറയാനാണ് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. കാരണം 15 വർഷം ഇവിടെ ആയല്ലോ. അപ്പോൾ ആ ഒരു പരിചയം ഉള്ളതിന് പലപ്പോഴും വണ്ടിയൊക്കെ വല്ലതും ആക്സിഡന്റ് ആകുമ്പോൾ ഉടനെ എത്തുകയാണ്. ആ സ്പോട്ടിൽ ഡയറക്ടേഴ്സ് അവിടെ മുന്നിൽ കാണും. അതാണ്. അപ്പം അങ്ങനെയുള്ളൊരു അനുഭവം ഒരുപക്ഷെ ഇനി വേറൊരു സ്ഥാപനത്തിൽ പോയാൽ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വേറെ സ്ഥാപനത്തിൽ പോകുന്നില്ല, കാരണം അതിന് നമുക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻ്റ് നമുക്ക് ഇത്രയും വർഷം ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഗ്രഹം സാറിന് ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പം വളരെയധികം സെൻറ്റേഴ്സ് ഇവിടെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ആയിട്ട് അതെ സെൻറ്റേഴ്സ് ഉണ്ട്. സാർ നമ്മുടെ ഈ സെൻറ്റേഴ്സിനെ പറ്റിയുള്ള സാറിൻ്റെ ഒരു ഞാൻ പിന്നെ ബ്രില്യൻറ്റിലെ ഒട്ടുമിക്ക സെൻറ്ററുകളിലും കോഴിക്കോട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കൊല്ലം ഇതാണല്ലോ മെയിൻ സെൻറ്റേഴ്സ്. ഇവിടെ എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം ഉണ്ട്. ഇവിടെ എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വ്യത്യസ്തത എന്ന് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേരുകൾ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം എല്ലായിടത്തും ഡയറക്ടേഴ്സിൻ്റെയും സബ് ഡയറക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കണ്ണുകളുണ്ട്. അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്ത് പോവുക. നമ്മളിപ്പം എറണാകുളത്ത് പോയാൽ അവിടെ എടുക്കുന്ന ടോപ്പിക്ക് തന്നെയായിരിക്കാം ചിലപ്പോൾ അതേസമയം റൺ ചെയ്യുന്നത് തൃശ്ശൂരിൽ. അത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇത് പോകുന്നു, ഒരേ രീതിയിൽ ഇത് എക്സാംസ് കണ്ടക്ട് ചെയ്ത് പോകുന്നു. അപ്പം അതുപോലെ ഈ ഓരോ സെൻറ്ററിലും ചെല്ലുമ്പോൾ അവിടുത്തെ ആ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളോടുള്ള ഡീലിങ് അതൊക്കെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, വളരെ പ്ലീസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെയേറെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിലാണല്ലോ വീണ്ടും ഇവിടെയൊക്കെ വരണം, പഠിപ്പിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു സംശയമായിരിക്കും, ഇതിൽ ഏത് സെൻറ്റർ ഓപ്റ്റ് ചെയ്യണം, പാല എടുക്കണോ അതോ എറണാകുളം എടുക്കണോ തൃശ്ശൂർ എടുക്കണോ, അങ്ങനെ എപ്പോഴും സംശയം ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ സെൻറ്ററും ഒരുപോലെ തന്നെയാണ്. എല്ലാ സെൻറ്ററിലും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നാണ്, എക്സാംസ് ഒന്നാണ്, പഠിപ്പിക്കുന്ന ആൾക്കാരൊന്നാണ്. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഒരേ സമയത്ത് വരണം, അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ എല്ലാ സെൻറ്ററും പാലായിലെ സെൻറ്റർ എന്താണോ അത് തന്നെയാണ്. അതിനകത്ത് വലിയ വ്യത്യാസം നമുക്ക് പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് തീർന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം സാറേ, ഇപ്പം ഇത്രയും വർഷമായി, അപ്പം സാറിന് ഈ പറയുന്ന പോലെ മറക്കാനാവാത്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് അനുഭവം ഒട്ടേറെ ഉണ്ട്. പിന്നെ ഞാനിവിടെ ബ്രില്യൻ്റ് വന്ന് ഇത്രയും വർഷം പഠിപ്പിച്ചപ്പോഴേക്കും എൻ്റെ സ്റ്റുഡൻസ്, ഇപ്പം നമുക്ക് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും സ്റ്റുഡൻസ് ഉണ്ട്. ഒരിക്കലും ഞാൻ ഏറ്റുമാൻ അമ്പലത്തിൽ ഇതെനിക്ക് കുടുംബസമേതം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ കയറി ഞാൻ തൊഴുതു പോകും. അപ്പോൾ എൻ്റെ പുറകിന് തന്നെ ഒരു കുട്ടിയും പിന്നെ അവരുടെ അച്ഛനുമുണ്ട്, അമ്മയുണ്ട്. ഇങ്ങനെ പുറകിന് വരിക. ഞാൻ ഇവരെന്താ എൻ്റെ പുറകിനിരുന്ന അദ്ദേഹത്തിനെ കാണാനായിട്ട് നല്ലൊരു ഒരു ഈശ്വര ചൈതന്യമുള്ളൊരു മുഖമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ഇതെന്ത് ഇവരെൻ്റെ പറഞ്ഞിടുന്നത് ഇങ്ങനെ കുറേ നേരം കറങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പിന്നെ സാറ് ഓടി നിന്നിട്ട് ഇങ്ങനെ തൊഴുത്, സാർ നമസ്കാരം, സാറിൻ്റെ മോളെ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ മോളെ നോക്കി, മോളെ എനിക്ക് അത്ര പരിചയമില്ല. അപ്പം ഫൗണ്ടേഷൻ ക്ലാസ്സിലാണ്, മാന്നാനം സ്കൂളിൽ വെച്ച് പഠിപ്പിച്ചതാണ്. അന്നേരം ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല അതാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും, അച്ഛനുണ്ട് അമ്മയുണ്ട്, രണ്ടുപേരും തൊഴുതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു സാർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം സാറ് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ സർജനായിരുന്നു ഡോക്ടർ. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ അമ്മോ. കാരണം നമ്മളോട് നമ്മൾ ശരിക്കും ആരുമല്ല അവിടെ, അദ്ദേഹത്തിന് മുന്നേ ഒന്നുമല്ല നമ്മൾ. അപ്പം അദ്ദേഹം വന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൈകോക്കി സംസാരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. അതൊക്കെ അത് ബ്രില്യൻ്റ് നമുക്ക് തന്ന ഒരു സൗഭാഗ്യമാണ്. കാരണം ബ്രില്യൻ്റിലെ ടീച്ചർ ആണെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതാ നമുക്കൊരു ഇഷ്ടമാണ്. ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴായാലും തിയേറ്ററിൽ പോകുമ്പോഴായാലും അതുപോലെ തന്നെ മെഡിക്കലുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസേ ഉള്ളൂ. ഇവരെല്ലാം ഓടി വരാറുണ്ട്. ഇവരെല്ലാം നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുകയും പേരൻസിനോട് നമ്മളെ പരിചയപ്പെടുത്തുകയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതാണ് ബ്രില്യൻ്റിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. അത് വേറെ ഒരു സ്ഥാപനത്തിലും അങ്ങനെയുള്ള സ്റ്റുഡൻസിന് കിട്ടാൻ ചാൻസ് കുറവാണ്. എവിടെ പോയാലും അവർ നമ്മളെ രീതിയിൽ നമ്മളെ തിരിച്ചറിയുകയും നമ്മളോടൊന്ന് സംസാരിക്കുകയും ആ ഒരു റെസ്പെക്റ്റാണ് പ്രധാനം കേട്ടോ. റെസ്പെക്റ്റ്. പിന്നെ മാറിയാലത് ഫ്രണ്ട്ഷിപ്പ് ആവുന്നുണ്ടല്ലോ, അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനെയെല്ലാം നല്ലൊരു അനുഭവം ബ്രില്യൻ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കറിയാം, ഓരോ മെഡിക്കൽ കോളേജ് എടുത്ത് നോക്കിയാലും 80 to 90% റെപ്രസെൻറ്റേഷനും നമ്മുടെ ബ്രില്യൻ്റിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഇയർ കുട്ടികളുടെ ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ പല മെഡിക്കൽ കോളേജുകളിലും കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, സാറിൻ്റെ ഫിസിയോളജി ക്ലാസ്സസ് ഉണ്ട്, അവർക്കത് ഇപ്പോഴും അതാണ് പറയാറുണ്ട് കേട്ടോ. അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, വൈഫ് കോട്ടയം മെഡിക്കൽ സമയത്ത് പുള്ളിക്കാരനെ വിളിക്കാനോ കൊണ്ടാക്കാനോ ഞാൻ ചെല്ലുമ്പോൾ
പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് വരികയാണ്. അപ്പോൾ അവർ പറയാറുണ്ട്, സാർ ബ്രില്യൻറ്റിലെ നോട്ട്സാണ് ഞങ്ങൾ MBBS പരീക്ഷ എഴുതുന്നത്. കാരണം ഇവിടെ അത്ര ഡെപ്തിലാണ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. അതാണ്. അതുമാത്രമല്ല, വേറെ കാര്യം, ഇപ്പം MBBS അല്ലാതെ മറ്റു കോഴ്സിന് പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് പോലും ബ്രില്യൻറ്റിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് തന്നെയാണ് അവർക്ക് അതിൻ്റെ ബേസ്. അപ്പം ഈ +2 ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും മനസ്സിലാക്കി ആ കൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നതെല്ലാം ബ്രില്യൻറ്റിലെ അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ട്, ബ്രില്യൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടികളും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. കാരണം അവർക്ക് ചിലപ്പോൾ MBBS കിട്ടാത്തതുകൊണ്ടാകാം, പക്ഷെ അവർക്ക് വേറെ കോഴ്സിലേക്ക് വരുമ്പോൾ അവിടെ ബ്രില്യൻറ്റ് പഠിച്ചത് അവർക്ക് പ്രയോജനപ്പെടുത്തും. അത്തരത്തിലൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് എനിക്കുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൽ നിന്നാണ്. അതിപ്പം ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എൻ്റെ സബ്ജക്റ്റ് സുവോളജി ആണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിനകത്തും നമുക്കൊരു ബേസ് എന്ന് പറയുന്നത് കിട്ടിയത് ബ്രില്യൻറ്റിൽ നിന്നാണ്. അപ്പം എൻ്റെ ഒരു റിപ്പീറ്റ് ചെയ്ത ഒരു വർഷം ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എവ്രിത്തിങ്, ഇപ്പം നമ്മുടെ സബ്സിഡറി സബ്ജക്ട്സ് ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിരുന്നു. സ്ട്രോങ് ബേസ് അതാണ്. സോ സാറെ ഒത്തിരി അധികം വിശേഷങ്ങൾ നമ്മൾ അതിനും ഒരു കാര്യം കൂടി ഞാൻ എന്നെ ഈ മോൾഡ് ചെയ്തെടുത്താൽ എൻ്റെ അധ്യാപകർക്ക് നല്ല പങ്കുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഞാൻ 8th, 9th, 10th പഠിക്കുമ്പോൾ എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചറുണ്ട്, പത്മ ടീച്ചർ. അതുപോലെ ചന്ദ്രൻ സാർ. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നേരം പത്മ ടീച്ചറും അതുപോലെ തന്നെ ചന്ദ്രൻ സാറും ഒക്കെ എനിക്ക് ശരിക്കും നമുക്ക് നമ്മളെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ സഹായിച്ചൊരു അധ്യാപകരാണ്. പ്രീ ഡിഗ്രിയിലേക്ക് പോകുമ്പോഴായാലും അതുപോലെ തന്നെ പ്രീ ഡിഗ്രി പഠിപ്പിച്ച രാജൻ സാറുണ്ടായിരുന്നു, ഫിസിക്സ് പഠിപ്പിച്ചത്. അതുപോലെ സ്കന്ദൻ സാർ സുവോളജി. ശരിക്കും ഞാൻ സുവോളജി ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊറ്റംകുളങ്ങര എന്ന് പറയും, അവിടെയാണ് സ്കന്ദൻ സാറിൻ്റെ വീട്. സ്കന്ദൻ സാറ് ശരിക്കും പറഞ്ഞാൽ എന്നെ മോൾഡ് ചെയ്തിരിക്കുന്നതിന് നല്ലൊരു സഹായമുണ്ട്. കാരണം പുള്ളിയുടെ സുവോളജി ക്ലാസ്സുകളാണ് എന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആയത്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറ്. പിന്നെ ഡിഗ്രിക്ക് പോയപ്പോഴേക്കും ബിന്ദു ടീച്ചറും മായ ടീച്ചറും സുധ ടീച്ചറും ഒക്കെ ടീച്ചർമാരാണ് കൂടുതൽ. ഇവരെല്ലാം വരികയും അങ്ങനെ ആ ഒരു ടീച്ചർമാരുടെ സപ്പോർട്ട് ശരിക്കും എനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ആയിരുന്നല്ലോ, ഈവൻ പൊളിറ്റിക്സ് പോലും അന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കും. ഞാൻ ശരിക്കും പണ്ടത്തെ ആ രജീഷിൽ നിന്നും പിന്നീട് മാറി വരുന്നത് ഈ ഒരു ശരിക്കും ബ്രില്യൻ്റ് തന്നെ ഇഷ്ടം. ശരിക്കും നല്ല മാറ്റം ഉണ്ടായി തുടങ്ങിയത്. അതിന് ബ്രില്യൻ്റോട് എന്ന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സാറിൻ്റെ ഒത്തിരിയധികം വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും വളരെയധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. എന്നിരുന്നാലും സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സാറിന് എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ തുടർന്നും ബ്രില്യൻറ്റിൻ്റെ ജൈത്രയാത്രയോടൊപ്പം തന്നെ സാറിൻ്റെ ഈ ഒരു വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും ഒക്കെ ആയിട്ട് സാറും മുന്നേറട്ടെ എന്ന് ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.